ഡോക്ടർ കെ ജയപ്രസാദ്, ഇവിടെ പലസ്തീനു വേണ്ടി മുറവിളി കൂട്ടുന്നതിൽ വീണ്ടും CPM രംഗത്തെത്തിയിരിക്കുകയാണ്. അത് ഏത് സമരമാർഗമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട്. ഈ സമരമാർഗം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ CPM വച്ചു പുലർത്തുന്ന ഒരു നയം പലസ്തീനു വേണ്ടി, ഗാസയ്ക്ക് വേണ്ടിയൊക്കെ അവർ നിരന്തരം ശബ്ദം ഉയർത്തുന്നുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അവരുടെ നയം എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട്, ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരത വിരുദ്ധ ശക്തികളെ, പ്രത്യേകിച്ച് ഹമാസ് പോലുള്ള തീവ്രവാദ ശക്തികളൊക്കെ എന്താണ് അവരുടെ നിലപാടും നയവും അവരുടെ പ്രവൃത്തികളും എന്നൊക്കെയുള്ളത് വ്യക്തമാണ്, അവർക്ക് അനുകൂല പ്രസ്താവനകൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ CPMൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കേരള സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു തലത്തിൽ നിന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ശ്രീ MA ബേബി പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് രാത്രി 9 മണി മുതൽ 9:30 വരെ കൈരളി ചാനലിൽ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. കാരണം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും പ്രവർത്തിക്കാതെ ഒരു ചാനലിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു ആത്മാർത്ഥതയോടെ ആണ് ഈ സത്യാഗ്രഹം എന്നാണ്. ഡിജിറ്റൽ സത്യാഗ്രഹം ഒരു പരിധിവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേടിൻ്റെ അവസ്ഥയും കൂടിയാണ്. കാരണം അത് നമ്മുടെ ഭൂതലത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമാണ് ഇതിനെ കാണുന്നത്. കാരണം ഇതിന് ഞാൻ എക്സിൽ നോക്കിയപ്പോഴും ഇതിന് ആ തരത്തിലുള്ളൊരു സ്വീകാര്യത ലോക സമൂഹത്തിൻ്റെ മുന്നിൽ കിട്ടിയിട്ടില്ല. കാരണം ഇത് ആഹ്വാനം ചെയ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറം അതിന് കേരളത്തിൽ മീഡിയ തലത്തിൽ കാണുന്ന പ്രാധാന്യമല്ല, ദേശീയ തലത്തിൽ പോലും. ഇതിന് ഞാനിപ്പോൾ നമ്മൾ എക്സിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കേവലം 200 താഴെയാണ് ലൈക്ക് അടിച്ചിട്ടുള്ളത്. CPMൻ്റെ ഔദ്യോഗിക പോളിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ തന്നെ ഏതാണ്ട് 5000 പേരാണ് അത് കണ്ടിരിക്കുന്നത്. കാരണം ആ തരത്തിൽ ഇതിനൊരു സാമൂഹ്യ പ്രാധാന്യമുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞതാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ കേരളത്തിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയും 1990 ജില്ലാ കൗൺസിലെ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ സഹായിക്കുകയും അതുമാത്രമല്ല നയനാർ സർക്കാർ അന്ന് 5 വർഷം തികയുന്നതിന് മുമ്പ് 1 വർഷം മുന്നേ, കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭയോടൊപ്പം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ പലസ്തീൻ വിഷയം കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇതൊരു മനുഷ്യാവകാശ വിഷയം എന്നുള്ള തലത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ 1959 മുതൽ ലക്ഷക്കണക്കിന് ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ഇന്നും ദലൈലാമ ഉൾപ്പെടെ, ഇന്ന് ദലൈലാമയുടെ ജന്മദിനവുമാണ്, ഇന്ത്യയിലെ അഭയാർത്ഥികളായി താമസിക്കുകയാണ്. ഇതുവരെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിബറ്റൻ അഭയാർത്ഥികളുടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് കാശ്മീരിലെ പണ്ഡിറ്റുകൾ. അപ്പോൾ സ്വന്തം രാജ്യത്തിനകത്ത് അഭയാർത്ഥികളായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ, അതല്ല CPMൻ്റെ ഒരു പങ്കാളിത്തമുള്ളൊരു സ്റ്റേറ്റാണ്, കുറച്ച് പ്രതിനിധികളുള്ള സ്ഥലമാണ് കാശ്മീർ. എന്നിട്ട് പോലും അവിടെ നിന്ന് പോലും അവർക്ക് വേണ്ടി ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. മറ്റ് ലോക സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഉക്രൈൻ വിഷയം, ഉക്രൈനിൽ ഈ ഹമാസിൻ്റെ വിഷയത്തെ ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല, പാലസ്തീൻ വിഷയത്തിൻ്റെ പ്രശ്നത്തെ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് വരികയും പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് പകരം അതിനെ ഒരു തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. പൊതുവെ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പാലസ്തീൻ വിഷയം എന്താണെന്നുള്ളത് ചർച്ചയിൽ വരുന്നില്ല. അപ്പോൾ ഈ പാലസ്തീനിലെ സമാധാനം കാംക്ഷിക്കുന്ന അല്ലെങ്കിൽ ലോക സമാധാനം കാംക്ഷിക്കുന്ന എല്ലാ പേരും ആഗ്രഹിക്കുന്നത് ഒരു ദുരാഷ്ട്രം എന്നുള്ള സങ്കല്പം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പലസ്തീനിയൻ ജനതയ്ക്കൊരു സ്വതന്ത്ര രാജ്യവും ഇസ്രയേലും സമാന്തരമായിട്ട് സമാധാനപൂർവ്വം കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. കാരണം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. അപ്പം പല നീക്കങ്ങളും അപ്പോൾ അന്തർദേശീയ തലത്തിൽ സമാധാനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, വിശേഷിച്ചും പാലസ്തീനിൽ തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് പാലസ്തീൻ ഇന്ന് ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. അപ്പം പാലസ്തീൻ എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിൽ ഫത്ത ഭരിക്കുന്ന പാലസ്തീൻ മേഖലയും അതുപോലെ തന്നെ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗാസയുമാണ്. ഗാസയിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. അപ്പോൾ ഈ ഫത്തായും ഗാസയും 2 വഴിയിലൂടെയാണ് മുന്നേറുന്നത്. അപ്പം പാലസ്തീൻ പ്രശ്നം പോലും ഒരു പരിഹാരത്തിലെത്താനായിട്ടുള്ള ഒരു ഏകീകൃതമായ ഒരു ദേശീയ മുന്നേറ്റമായി അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ അതുപോലും ഡിവൈഡഡ് ആണ്.
അപ്പോൾ കാരണം എന്നാൽ ഇത് ലോക രാഷ്ട്രീയത്തിലെ ഇറാനും അതിൻ്റെ പ്രോക്സികളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്ത് നമ്മളെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ അന്തർദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാലസ്തീൻ വിഷയത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ CPMൻ്റെ തിരഞ്ഞെടുപ്പ് ആയുധമാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസിൻ്റെ വിഷയം തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു ഡിജിറ്റൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ സൈലൻസ് എന്ന സത്യാഗ്രഹം എന്നുള്ള വേർഡാണ് MAVV ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത്.